സർക്കാർ ജീവനക്കാരുടെ 12ാമത്തെ ശമ്പള പരിഷ്കരണം. 12ാമത്തെ പരിഷ്കരിച്ച ശമ്പളം 1/7/2024 മുതൽ പ്രാബല്യത്തിൽ വരേണ്ടതാണ്. സർക്കാർ ജീവനക്കാരുടെയും എയ്ഡഡ് സെക്ടർ ജീവനക്കാരുടെയും കണക്കനുസരിച്ച്. പക്ഷേ ഇതുവരെ ഗവൺമെൻറ് അതിനുള്ള ഒരു ശമ്പള കമ്മീഷനെ പോലും നിയമിച്ചിരുന്നില്ല. പല പ്രാവശ്യം സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടും ഗവൺമെൻറ് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ 12ാം ശമ്പള പരിഷ്കരണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ശമ്പള പരിഷ്കരണം തീരുമാനിച്ചപ്പോൾ ഇനി ആകെ ഗവൺമെൻറ്റിന് എത്ര മാസങ്ങളാണ് അവശേഷിക്കുന്നത്? 10 മാസങ്ങൾ. ഇതിനകം ഒരു കമ്മീഷനെ നിയമിച്ച് കമ്മീഷൻ ഏറെ നാളത്തെ പഠനങ്ങളൊക്കെ നടത്തി റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ അവതരിപ്പിച്ച് ആ റിപ്പോർട്ട് ഗവൺമെൻറ് പഠിച്ച് അതിനനുസരിച്ച് ശമ്പള പരിഷ്കരണം നടത്തണമെങ്കിൽ വളരെ നാളുകൾ എടുക്കും. ഈ 10 മാസം കൊണ്ട് അത് നടക്കുകയില്ല. അപ്പോൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു സെക്രട്ടറി തല സമിതി, അതായത് ധനകാര്യ വകുപ്പിനു കീഴിൽ ഒരു സെക്രട്ടറി തല സമിതിയെ ഈ കാര്യം ചുമതലപ്പെടുത്തുക എന്നുള്ളതാണ്. അവർ പലവട്ടം തീരുമാനിച്ച് പലവട്ടം ചിന്തിച്ച് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് അവർക്ക് ഈ മേഖലയിൽ പരിചയ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ അത് എളുപ്പമാണ്. അങ്ങനെ തന്നെയുമല്ല, ഇവിടുത്തെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ധനപ്രതിസന്ധി, ആ പ്രതിസന്ധിയൊക്കെ കണക്കിലെടുത്ത് വേണം ശമ്പള പരിഷ്കരണം നടത്താൻ. നമുക്ക് ഓർമ്മയുണ്ടല്ലോ 1997-98 കേന്ദ്ര 5ാം ശമ്പള കമ്മീഷൻ, അന്ന് കേരളത്തിലെ 7ാം ശമ്പള കമ്മീഷനായിരുന്നു. ആ ശമ്പള കമ്മീഷൻ 40% മുതൽ 60% വരെ വർധനവാണ് നൽകിയത്. അതുപോലെയൊന്നും വർധനവ് കൊടുക്കുന്ന ഒരു പരിഷ്കരണമല്ല ഇപ്പോൾ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. നാമമാത്രമായ വർധനവായിരിക്കണം ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിനുവേണ്ടി സെക്രട്ടറി തല സമിതിയെ നിയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ആദ്യമല്ല ഇതുപോലെ ഒരു അതായത് കമ്മീഷനെ വെക്കാതെ ശമ്പള പരിഷ്കരണം നടത്തുന്നത് ആദ്യമല്ല. 1973 സി അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മന്ത്രിതല സമിതിയാണ് ശമ്പള പരിഷ്കരണത്തിനുള്ള തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കിയത്. അതുപോലെ ഇവിടെ വീണ്ടും നമ്മളത് ആവർത്തിക്കാൻ, മന്ത്രിതല സമിതിയല്ല, ഇവിടെ സെക്രട്ടറി തല സമിതിയാണ് എന്ന ഒരു വ്യത്യാസം മാത്രം. 11ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷൻ IAS കെ മോഹൻദാസ് ആയിരുന്നു. 2019 ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പള കമ്മീഷൻ അനുസരിച്ച് 11ാം ശമ്പള പരിഷ്കരണം നടത്തിയത് ജൂലൈ 1, 2019 മുതലായിരുന്നു. പക്ഷേ അത് നടപ്പാക്കിയത് 2021 മാർച്ച് മുതലായിരുന്നു. 2021 മാർച്ച് മുതൽ. അതുകൊണ്ടാണ് നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ പറയുന്നത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടി വന്നത് ഈ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് 14,000 കോടി രൂപ വീതം ഒരു ശമ്പള പരിഷ്കരണം മൂലം ഗവൺമെൻറ്റിന് ഒരു വർഷം ഉണ്ടാകുന്ന അധിക ചെലവാണ്. 14,000 കോടി രൂപ വീതം കൂടുതലായിട്ട് ചെലവഴിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം പലവട്ടം പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ശമ്പള പരിഷ്കരണത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ ശമ്പള പരിഷ്കരണം നടത്തി മാർച്ച് മുതൽ, അത് 2021 മാർച്ച് മുതലാണ് ശമ്പള പരിഷ്കരണം നടത്തിയത് എന്ന് പറഞ്ഞു. എങ്കിൽ പോലും ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക ഇനിയും 2 ഗഡു 3 ഗഡു ഏതായാലും 2 ഗഡു എങ്കിലും കൊടുക്കാൻ കിടക്കുകയാണ്. അതായത് ഈ എത്ര ഗഡുക്കളാണ് കിടക്കുന്നത്, എത്ര ഗഡുക്കളാണ് കൃത്യമായിട്ട് കൊടുക്കുന്നത്, എന്നാണ് കൊടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു രഹസ്യ സ്വഭാവം ഗവൺമെൻറ് സൂക്ഷിക്കുന്നുണ്ടോ, അഥവാ ഈ യൂണിയനുകൾ ഇതൊക്കെ ചെകഞ്ഞറിയാൻ മറന്നു പോകുന്നോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഈ സംശയം. 2 ഗഡുക്കളാണോ ഇനി ബാക്കിയുള്ളത്? ഏതായാലും 2 ഗഡുക്കൾ ബാക്കിയുണ്ട്. അപ്പം ശമ്പള പരിഷ്കരണം നടത്തിയിട്ട് ഇപ്പം 6ാമത്തെ വർഷമാണെന്ന് ഓർക്കണം. എന്നിട്ടും ആ ശമ്പള വർധനവിൻ്റെ 2 കുടിശ്ശിക ഇനിയും കൊടുക്കാൻ കിടക്കുകയാണ്. അത് മാത്രവുമല്ല, ആ കുടിശ്ശിക മാത്രവുമല്ല കിടക്കുന്നത്, ഈ 28% ക്ഷാമബത്ത കൊടുക്കാനുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കൂടാതെ തന്നെ അടുത്ത ജനുവരി ആകുമ്പോഴേക്കും വീണ്ടും ഒരു ക്ഷാമബത്ത, അതായത് ഇപ്പോൾ ഗവൺമെൻറ്
സെക്രട്ടറി തല സമിതിയാണ് ഇത് നടപ്പാക്കാൻ ഔദ്യോഗികമായിട്ട് നിയമിക്കുന്നത് എങ്കിൽ പോലും അടുത്ത ജനുവരി 1 ആകുന്നതിന് മുൻപ് ഈ ശമ്പള പരിഷ്കരണത്തിന്റെ തീരുമാനങ്ങളോ ഒന്നും ആവുകയില്ല. അപ്പൊ ജനുവരി ആകുമ്പോഴേക്കും ജനുവരിയിൽ ഒരു ഡിയർനെസ് അലവൻസ്, അതായത് ക്ഷാമബത്ത ഡ്യൂ ആകും. അതും ഒക്കെ ചേർത്ത് വേണം ഇങ്ങനെ പരിഷ്കരണം നടപ്പാക്കാനായിട്ട്. അപ്പോൾ ജാനുവരിയോടടുപ്പിച്ച്, അതായത് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ശമ്പള പരിഷ്കരണവും ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയാകുമ്പോൾ ജാനുവരി അടുപ്പിച്ചൊക്കെ, ജാനുവരി കഴിഞ്ഞ അധികം താമസിക്കുന്നതിന് മുൻപ് തന്നെ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള എന്തൊക്കെ ചേർത്താകും ഈ ശമ്പള പരിഷ്കരണം വരാൻ സാധ്യത, സർക്കാർ ജീവനക്കാർക്ക് എന്ത് പ്രതീക്ഷിക്കാം? അതായത് ഇപ്പോൾ നിലവിലിരിക്കുന്ന 15% ക്ഷാമബത്ത, അതോടൊപ്പം കുടിശ്ശികയായി കിടക്കുന്ന 18% ക്ഷാമബത്ത, അതുകൂടാതെ ജാനുവരി ആകുമ്പോഴത്തേക്കും ഒരു ക്ഷാമബത്ത ഡ്യൂ ആകും. ഇതോടൊപ്പം തന്നെ ശുപാർശ ചെയ്യാൻ സാധ്യതയുള്ളത് ഫിറ്റ്നസ് അലവൻസ്. അങ്ങനെ ഒരു അലവൻസ് ശമ്പള പരിഷ്കരണത്തോട് ചേർക്കാറുണ്ട്. ആ ഫിറ്റ്നസ് അലവൻസ് ഇതൊക്കെയാണ് അതിനോട് ചേർക്കുക. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ക്ഷാമബത്ത കൊടുക്കുന്ന പ്രത്യേകം കരുതുന്നതിന് പകരം അത് ബേസിക് പേയോട് ചേർത്ത് നിർത്തുമെന്നാണ്. അപ്പോൾ ഇപ്പോൾ ബേസിക് പേയോട് ചേർത്ത് അത് ബേസിക് പേ ആയി മാറ്റിക്കൊണ്ട് ഉള്ള വർധനവ് എന്നാണ് പറയുന്നത്. അതായത് ബേസിക് പേ ഇപ്പോൾ 1000 രൂപ ബേസിക് പേ ഉള്ള ഒരാൾക്ക് പിന്നെ 50% ഡിയർനെസ് അലവൻസ് അഥവാ ക്ഷാമബത്ത ഉണ്ട് എന്ന് വെച്ചാൽ 500 രൂപ അതിൻ്റെ വകയായിട്ട് ശമ്പളത്തോട് അതായത് ബേസിക് പേയോട് ചേർന്നു. അങ്ങനെ ബേസിക് പേ 1500 രൂപയാകുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും ശമ്പള പരിഷ്കരണം നടത്തുമ്പോൾ ബേസിക് പേയോട് DA ചേർത്ത് പോകുന്ന ഒരു രീതി, അത് സർക്കാർ ജീവനക്കാരെ ഒരു തരത്തിലും ശിക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടി അല്ല. അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കുന്നതിന് ചില പരിമിതികൾ, അതായത് ചില പരിധികൾ വയ്ക്കുക എന്ന ഒരു സൂത്രവാക്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ശമ്പള പരിഷ്കരണം ഇപ്പോൾ ഉണ്ടാകും, ഈ വർഷവും ഉണ്ടാകും. അതായത് ശരിക്കും അത് ഡ്യൂ ആയിരിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 1/7/2024 തൊട്ട് മുൻകാല പ്രാബല്യത്തോടെ വേണ്ടി വരും. അന്ന് ഡ്യൂ ആണ് അടുത്ത ഈ 12ാം ശമ്പള പരിഷ്കരണം. അപ്പോൾ ആ ഡ്യൂ ഡേറ്റ് മുതൽ കിട്ടത്തക്ക രീതിയിലായിരിക്കും അന്ന് ശമ്പള പരിഷ്കരണം നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ കുടിശ്ശിക എന്നാണോ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചിലപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ 25 പോവുകയാണ്, 2025 ആ 2025 കഴിഞ്ഞ് 26 ഒരു പക്ഷേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. 26 ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതുവരെയുള്ളത് കുടിശ്ശികയാകും. ആ കുടിശ്ശിക എന്ന് കിട്ടും? പിന്നെയും അടുത്ത ശമ്പള പരിഷ്കരണത്തിൻ്റെ ദിവസം വരെ ഇതുപോലെ കാത്തിരിക്കേണ്ടി വരാം ആ കുടിശ്ശികയ്ക്ക് വേണ്ടി. ഇതൊക്കെയാണ് കേരളത്തിലെ ശമ്പള പരിഷ്കരണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നാം വീണ്ടും പര്യാലോചിക്കേണ്ട ചില വശങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുടിശ്ശിക വരത്തക്ക രീതിയിൽ ശമ്പള പരിഷ്കരണത്തിലേക്ക് പോകുന്നത്? ഇതിന് എന്തെങ്കിലും ബദൽ മാർഗം ഉണ്ടോ? ഇതൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന. ആർക്കാണ് ഈ ശമ്പള പരിഷ്കരണം കൊണ്ട് ഗുണമുണ്ടാകുന്നത്, ആർക്കാണ് ദോഷമുണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ്, ഒരു ഡെമോക്രസിയിൽ ഒരു ഗവൺമെന്റ് ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അല്ലാതെ ഗവൺമെന്റ് ജീവനക്കാർക്ക് വേണ്ടിയല്ല. ഗവൺമെന്റ് ജീവനക്കാർ ഗവൺമെന്റിനെ സേവിക്കുന്നത് ജനസേവനമായിട്ടാണ്. അപ്പൊ ജനങ്ങളെ സേവിക്കുകയാണ് ഗവൺമെന്റിന്റെയും സർക്കാർ ജീവനക്കാരുടെയും ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് പോകുമ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണമാണോ അവർക്ക് മാന്യമായ? തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്നത് പോലെ മാന്യമായ വേതനം ഏതു മേഖലയിലും കൊടുത്തിരിക്കണം. അപ്പോൾ ഈ മാന്യമായ വേതനത്തിനും ഒരു റിലേറ്റിവിറ്റി തിയറിയൊക്കെ ഇല്ല, ഒരു റിലേറ്റീവായിട്ട് ചിന്തിക്കണ്ടേ? സാധാരണക്കാരൻ്റെ കയ്യിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം എന്ത് വരുമാനം, ഒരു കർഷകന്റെ കയ്യിൽ എന്ത് വരുമാനം വരുന്നു, അതുപോലെ തന്നെ ഒരു ചെറുകിട വ്യാപാരിയുടെ കയ്യിൽ മിച്ചമായിട്ട് ഒരു മാസം എന്ത് വരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു കൂലി ജോലിക്കാരൻ എന്ന് വെച്ചാൽ കേരളത്തിലെ കൂലി ജോലിക്കാരൻ്റെ കയ്യിൽ ഒരു മാസം മോശമല്ലാത്ത രീതിയിൽ വരും. പക്ഷെ മലയാളി
കൂലി ജോലി ചെയ്യുന്നില്ല, എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികളാണ് വന്ന് ചെയ്യുന്നത്. എന്താണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു താരതമ്യം നടത്തണം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായിട്ടും ആ താരതമ്യം അനിവാര്യമാണ്. കാരണം സർക്കാർ ജനക്ഷേമത്തിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ജനക്ഷേമത്തിനും സർക്കാരിനെ സഹായിക്കുന്ന ആയുധങ്ങളാണ് അവിടുത്തെ സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത്, ടൂൾസ് ആണ്. അപ്പൊ ഈ ടൂൾസിന്റെ തേച്ച് മിനുക്കി വെടിപ്പാക്കി കൊണ്ടുനടക്കുക എന്നുള്ളതല്ല. അത് വെടിപ്പാക്കണം, അതിന്റെ കഴിവ് വർദ്ധിപ്പിക്കണം, അതൊക്കെ വേണം. പക്ഷേ അവരുടെ മാത്രം ഉയർന്ന വേതനമല്ല സർക്കാരിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ശമ്പള പരിഷ്കരണം നടത്തുമ്പോൾ, എല്ലാ 5 വർഷവും ഒരു ശമ്പള പരിഷ്കരണം നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ല. അതായത് 2019 ജൂലൈ തൊട്ട് മാർച്ച് 2021 വരെയുള്ള ശമ്പളമാണ് അവർക്ക് കുടിശ്ശികയായത്. ആ കുടിശ്ശിക ആകാതെ ആ സമയത്ത് തന്നെ അതത് മാസങ്ങളിൽ കിട്ടിയിരുന്നെങ്കിൽ ആ സർക്കാർ ജീവനക്കാരുടെ ജീവിതത്തിൽ വരുമായിരുന്ന മാറ്റം, ഒരു വർഷം 3 മാസത്തെ പൈസയാണ് അവർക്ക് അങ്ങനെ കുടിശ്ശികയായി പോയത്. ആ പൈസ അത് ലക്ഷങ്ങൾ കിട്ടുന്നവരുണ്ട്, ലക്ഷത്തിന് മേലെ കിട്ടുന്നവരുണ്ട്, ലക്ഷത്തിന് താഴെ. എന്തായാലും ഒരു സർക്കാർ ജീവനക്കാരന് 42,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളമുണ്ട്. അപ്പൊ അങ്ങനെ പല തട്ടിലുള്ള ജീവനക്കാർക്ക് കിട്ടുമായിരുന്ന ഒരു വർഷം 3 മാസത്തെ ശമ്പളമാണ് ഇതുവരെ കിട്ടാത്തത് എന്നോർക്കണം. ഇപ്പൊ ഈ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. 6 വർഷം കഴിഞ്ഞിട്ടും ആ കുടിശ്ശിക പൂർണ്ണമായിട്ടും അവർക്ക് കിട്ടിത്തീർന്നിട്ടില്ല. അപ്പൊ അത് അപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ അതുകൊണ്ട് കിട്ടുമായിരുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെ, അവർക്ക് അതുകൊണ്ട് എന്തൊക്കെ, ഒരു പക്ഷേ ഒരു വീട് പണിയിലേക്ക് പോകാമായിരുന്നു ആ പണം കൊണ്ട്, അതുമല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ആ പണം ഉപയോഗിക്കാമായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾക്ക് ജീവൻ നൽകാൻ കഴിയുമായിരുന്നു ആ പണം അവരുടെ കയ്യിൽ അപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ അത് കിട്ടിയില്ല. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് അതിന് പര്യാപ്തമായിരുന്നില്ല, കാലിയായിരുന്നു, അല്ലെങ്കിൽ കാലിയോടടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി എന്നിട്ട് പോലും അപ്പൊ ഈ സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടത്തിയിട്ടും അതിന്റെ കുടിശ്ശിക ഇടാനേ പറ്റിയുള്ളൂ, ഗവൺമെന്റിന് പണമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല. അത് ഒരു വശത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഫിസ്ക്കൽ ക്രൈസിസ് അത്ര രൂക്ഷമായിരുന്നു അന്നും ഇന്നും. അതെ. ഇനി CAG പറഞ്ഞിരിക്കുന്ന ഒരു വിമർശനമുണ്ട് ഗവൺമെന്റിനെ പറ്റി. കടമെടുക്കുന്നത് സാമ്പത്തിക ശാസ്ത്രപ്രകാരവും ഏത് നീതിശാസ്ത്ര പ്രകാരവും കടമെടുക്കുന്നത് മൂലധന, അതായത് എന്തെങ്കിലും കാര്യക്ഷമമായ ചെലവിന് വേണ്ടിയായിരിക്കണം ആരും കടമെടുക്കുന്നത്. പക്ഷേ കേരളത്തിൽ കടമെടുത്താൽ 87% റവന്യൂ ചെലവിനായിട്ട് ചെലവഴിക്കുന്നു, മാറ്റിവെക്കേണ്ടി വരുന്നു എന്നാണ് CAG ക്രിട്ടിസൈസ് ചെയ്തത്. എന്ന് വച്ചാൽ കടമെടുക്കുന്ന പണമെടുത്ത് ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കുന്നു എന്നർത്ഥം. അതല്ലാതെ മൂലധന ചെലവിന് ചെലവഴിക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം, 2016-17 ബജറ്റിൽ ഡോക്ടർ ഐസക് ഡിക്ലയർ ചെയ്ത കൊച്ചി കോയമ്പത്തൂർ വ്യവസായ ഇടനാഴി ഇതുവരെ സ്വപ്നത്തിൽ മാത്രം കിടക്കുകയാണ്. ഇനിയും എത്ര വർഷം കഴിഞ്ഞാലാണ് അത് സത്യമായി തീരുക? അതൊന്ന്. 2, റബ്ബർ കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടി സിയാൽ മോഡലിൽ ഒരു റബ്ബർ കമ്പനി കൊണ്ടുവരും എന്ന് പറഞ്ഞു. വാല്യൂ അഡീഷനും മറ്റുമൊക്കെ നടത്തി ഇന്റർനാഷണൽ മാർക്കറ്റ് പിടിക്കത്തക്ക ശക്തിയുള്ള ഒരു കമ്പനി. സിയാൽ നമുക്കറിയാം, സിയാൽ നല്ല ലാഭത്തിൽ ഓടുന്ന ഒരു കമ്പനിയാണെന്ന്. അതുപോലെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ അത് നടന്നിട്ടില്ല. ആ ബജറ്റിൽ തന്നെ ഡോക്ടർ ഐസക് പറഞ്ഞു 1 ലക്ഷം മുളം തൈകൾ നട്ടുപിടിപ്പിക്കുമെന്ന്. അങ്ങനെ നട്ടുപിടിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കാട്ടാന കയറി മനുഷ്യരെ തുമ്പിക്കൈക്ക് അടിച്ച് വീഴ്ത്തുകയില്ലായിരുന്നു. കാരണം അവ തീറ്റ തേടി വരുമ്പോഴാണ് മനുഷ്യരെ മുൻപിൽപ്പെട്ട് കൊല്ലേണ്ടി വരുന്നത്. അപ്പൊ അത് നടന്നിട്ട് അങ്ങനെ എത്രയെത്ര കഥകളാണ്, എത്രയെത്ര കാര്യങ്ങളാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതൊക്കെ നടക്കാത്തത് മൂലധന ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട്, കുറഞ്ഞ് ഈ CAG പറഞ്ഞത് സത്യസന്ധമാണ് എന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ ഒരു വശത്ത് ശമ്പള പരിഷ്കരണം നടത്തിയിട്ടും കുടിശ്ശികയായിട്ട് കിടക്കുക, ശമ്പളം കിട്ടേണ്ടവർക്ക് ആ വർധനവ് ലഭ്യമായിട്ടില്ല. മറുവശത്ത് അതിന്റെ പലിശയും അതും ഇതുമൊക്കെ, അതായത് റവന്യൂ ചെലവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് കൊണ്ട് മൂലധന ചെലവൊന്നും നടക്കുന്നില്ല. ഇതാണ് CAG ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആഗ്രഹിക്കുന്നത്, ഇപ്പൊ 6ാമത്തെ വർഷമായപ്പോഴേക്കും ബാലഗോപാൽ നമ്മുടെ ധനമന്ത്രി പറയുന്നുണ്ട് കുടിശ്ശികയൊക്കെ ഈ വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്ന്. അങ്ങനെ അതായത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക
ഈ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക കൊടുക്കാൻ ഇനിയും 6 വർഷമൊക്കെ പിടിച്ചേക്കുമായിരിക്കും. അതിനു മുമ്പായിട്ട് അടുത്ത ശമ്പള പരിഷ്കരണം എന്ന പേരിലും വരും. അപ്പൊ ഇതിനൊരു പരിഹാരം കാണാൻ എന്താ ചെയ്യേണ്ടത്? ശമ്പള പരിഷ്കരണം മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ 10 വർഷത്തിലൊരിക്കലാക്കി മാറ്റിയാലോ? മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അവർക്ക് ആർക്കും ഒരു കംപ്ലൈന്റും ഇല്ല. 10 വർഷം അതിന് കേന്ദ്ര പാരിറ്റി കൊണ്ടുവരണം. ഈ കേരളത്തിൽ തന്നെ കേന്ദ്ര ജീവനക്കാരായിട്ട് പ്രവർത്തിക്കുന്ന പലരുമായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞിരിക്കുന്നത് അവര് സംസ്ഥാന ജീവനക്കാരേക്കാൾ എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട നേട്ടങ്ങൾ കൊയ്യുന്നവരാണ് കേന്ദ്ര സർവീസിൽ നിന്ന് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു കമ്മീഷനെ വെച്ച് ആ കേന്ദ്ര പാരിറ്റിയോടുകൂടി 10 വർഷ ശമ്പള പരിഷ്കരണം എന്ന് അതിലേക്ക് എത്തിച്ചേരാൻ ഒരു പഠനം നടത്തുക. ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്കോ എയ്ഡഡ് സെക്ടറുകാർക്കോ യാതൊരു നഷ്ടവും വരുന്നില്ല, ലാഭം മാത്രമേ അതുകൊണ്ട് ഉണ്ടാകൂ എന്ന് വരുന്ന പക്ഷം അത് സർക്കാർ ജീവനക്കാർ അംഗീകരിക്കും. അങ്ങനെ അംഗീകരിച്ചു കഴിയുമ്പോൾ ഈ 5 വർഷ ശമ്പള പരിഷ്കരണം 10 വർഷ ശമ്പള പരിഷ്കരണമാക്കി മാറ്റുക. അങ്ങനെ മാറ്റുമ്പോഴുള്ള ഗുണം എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായോ? നോക്കൂ, ഇപ്പൊ 5 വർഷ ശമ്പള പരിഷ്കരണം നടത്തിയിട്ട് ഈ 6ാമത്തെ വർഷമായിട്ടും ആ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക പാവപ്പെട്ട ജീവനക്കാർക്ക് കിട്ടിയിട്ടില്ല. ഇനി 10 വർഷം ആക്കി കഴിഞ്ഞാലും ആദ്യത്തെ 6 വർഷം കൊണ്ട് കുടിശ്ശിക കൊടുത്തു തീർക്കും എന്ന് വെച്ചോളൂ. പിന്നത്തെ 4 വർഷം ഒരു കുടിശ്ശികയും കൊടുക്കാനില്ല. നമ്മുടെ വ്യവസായ ഇടനാഴിയാകട്ടെ, മന്ത്രി രാജീവ് പറഞ്ഞ ബയോ പാർക്കാകട്ടെ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആകട്ടെ, ഇതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ധാരാളം മൂലധന ചെലവിന് വേണ്ടി റോഡും പാലവും എല്ലാം സമയത്ത് കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഇപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേയിൽ ഒക്കെ സംഭവിക്കുന്നത് പോലെ സംഭവിക്കാതെ നല്ല പക്ക റോഡുകളും പാലങ്ങളും എല്ലാം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള റിസോഴ്സസ് ഉണ്ടാകും. അങ്ങനെ റിസോഴ്സസ് ഉണ്ടായി നമ്മുടെ സംസ്ഥാനത്തിന്റെ വളർച്ച ഒരു വശത്ത്, മറുവശത്ത് സംസ്ഥാന ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്നത് പോലെയുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും ശമ്പളവും കൃത്യസമയത്ത് കിട്ടുക, കുടിശ്ശികയില്ലാതെ. അതല്ലേ തീർച്ചയായിട്ടും ഈ 5 വർഷ ശമ്പള പരിഷ്കരണം. അതുകൊണ്ട് ആരൊക്കെയാണ്? സർക്കാർ ജീവനക്കാർക്കും ഗതിയില്ല, നമ്മുടെ സംസ്ഥാനത്തിനും ഗതിയില്ല. സംസ്ഥാനത്തിന്റെ എല്ലാ പദ്ധതികളും ഊരാക്കുടുക്കിൽ പെടുന്നു. അവസാന സംസ്ഥാനവും കടക്കണിയിലേക്ക് പോവുകയാണ്. അപ്പൊ എന്താ ഈ 5 വർഷ ശമ്പള പരിഷ്കരണം എന്ന് തന്നെ പറഞ്ഞ യൂണിയനുകൾ അവരവരുടെ അണികളെ വേണ്ട രീതിയിൽ ബോധവൽക്കരിക്കുന്നില്ല. യൂണിയനുകൾ തന്നെ പഠിക്കണം. 5 വർഷ ശമ്പള പരിഷ്കരണമാണോ 10 വർഷ ശമ്പള പരിഷ്കരണമാണോ കരണീയം? ഏതാണ് ഈ സമൂഹത്തെ സേവിക്കാനാണ് സംസ്ഥാന ജീവനക്കാരായിട്ട് ഇരിക്കുന്നത്. അപ്പൊ സമൂഹത്തെ സേവിക്കാൻ പറ്റുന്നുണ്ടോ ഈ തരത്തിൽ 5 വർഷ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞ് ധനപ്രതിസന്ധിയുടെ ആക്കം കൂട്ടി അതിൽ വീണ്ടും ആണിയടിക്കുന്ന സമ്പ്രദായവുമായിട്ട് പോയാൽ അതുപോലെ സർക്കാരും ചിന്തിക്കണം. സർക്കാർ ജീവനക്കാരും ജനക്ഷേമത്തിനാണോ? അങ്ങനെയാണെങ്കിൽ ഇതിനൊരു മാറ്റം വരണ്ടേ? അപ്പൊ ഈ മാറ്റം വരുത്തുന്ന 2 കൂട്ടർക്കും ഗുണമാണ്. ജനക്ഷേമത്തിനും നല്ലതാണ്, സംസ്ഥാനത്തിന്റെ എല്ലാവിധ വളർച്ചയ്ക്കും നല്ലതാണ്, സംസ്ഥാന ജീവനക്കാർക്ക് നഷ്ടം ഒന്നും വരുന്നുമില്ല. ആ തരത്തിൽ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിലേക്ക് പോയി കൂടെ. പക്ഷെ അതിൽ ചിന്തിക്കാനായിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും ഇഷ്ടമില്ല. എന്താ കാരണം എന്നറിയാമോ? എല്ലാ 5 വർഷവും വരുമ്പോൾ ശമ്പള പരിഷ്കരണം കൊടുത്താൽ 5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരുടെയും എയ്ഡഡ് സെക്ടർ ജീവനക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഒക്കെ വോട്ട് ഞങ്ങളുടെ കയ്യിലേക്ക് വരുമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. പക്ഷെ നമുക്കറിയാം, ഈ കഴിഞ്ഞ തവണ മാത്രമാണ് LDF ഒരു തുടർച്ച കിട്ടിയത്. ആ തുടർച്ച കിട്ടിയത് ഇവിടെ ആര് പറയുന്ന കാരണങ്ങൾ കൊണ്ടല്ല, ഗവൺമെന്റിന്റെ മഹത്വം കൊണ്ടൊന്നും കിട്ടിയതല്ല. അതായത് UPA ഗവൺമെന്റ് 2013 കൊണ്ടുവന്ന ഒരു നിയമമുണ്ടല്ലോ, ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ആ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ 68% ജനങ്ങൾക്ക് ഭക്ഷണം ഫ്രീ ആയി കൊടുക്കണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? 5 തരം പയറുവർഗ്ഗങ്ങൾ, ഗോതമ്പ്, അരി, ആട്ട, പഞ്ചസാര, ഭക്ഷ്യ എണ്ണ, ഇത്രയും സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ ആക്ടിലെ നിയമം. പ്രതിസന്ധി ഘട്ടമുണ്ടായി, കോവിഡ്. ആ കോവിഡ് കാലത്ത് അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് സുഭിക്ഷമായി കിട്ടിയ ഈ പറയപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും ആക്കി മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന്. ജനങ്ങൾ യഥാർത്ഥത്തിൽ അത് വിശ്വസിച്ചു. സഖാക്കൾ കിറ്റുമായി വീടാന്തരം കയറി ചെന്ന്
ഇത് പിണറായി വിജയൻ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചു. അങ്ങനെയാണ് ഒരു രണ്ടാം വരവുണ്ടായത്. അത് പിണറായി വിജയൻ ചെയ്ത എന്തെങ്കിലും ഇവിടുത്തെ സഖാക്കൾ, അതായത് ഇത് കിറ്റാക്കി കൊടുത്തതിന് പിന്നെ വേണ്ട പൈസ കിട്ടിയില്ലെന്നും പറഞ്ഞ് റേഷൻ കടക്കാർ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സമര ആഹ്വാനം നടത്തുന്നത് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും. ഇതാണ് പിണറായി വിജയനെ വീണ്ടും ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ഘടകം. അതല്ലാതെ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി നവകേരള സൃഷ്ടി ഒന്നും നടത്തിയിട്ടല്ല. അതായത് നവകേരള റൂം ഫോർ റിവർ എന്നും പറഞ്ഞ് കുട്ടനാടിനെ പരിരക്ഷിക്കാൻ വേണ്ടി നമുക്കറിയാം നെതർലാൻഡ്സിൽ പോയത്. എന്നിട്ട് എന്തുണ്ടായി? ഇപ്പോഴും ഒരു മഴ പെയ്താല് കുട്ടനാട് വെള്ളക്കെട്ടിൽ തന്നെ. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നവകേരള സൃഷ്ടിയോ ഒന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ടൊന്നുമല്ല രണ്ടാം ഭരണം കിട്ടിയത്. അപ്പം ഈ രണ്ടാം ഭരണം കിട്ടിയതുപോലെ മൂന്നാം ഭരണവും കിട്ടണമെന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഈ ശമ്പള പരിഷ്കരണം എന്ന പിന്നെ മാതൃക വീണ്ടും പുതുക്കിയെടുത്തിരിക്കുന്നത്. എല്ലാ ഗവൺമെന്റുകളും, അതായത് UDF ആകട്ടെ LDF ആകട്ടെ ഏത് ഗവൺമെന്റും ആകട്ടെ കേരളത്തില് ഈ 5 വർഷ ശമ്പള പരിഷ്കരണം എന്ന തന്ത്രം പയറ്റുന്നു. സർക്കാർ ജീവനക്കാർക്കും അറിയാം, ഗവൺമെന്റിനും അറിയാം ധനപ്രതിസന്ധി തുടരുമെന്ന്. പക്ഷെ എലക്ഷൻ ജയിച്ചു വരാൻ പറ്റുമെന്നാണ് കരുതുന്നത്. ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ രണ്ടാം മുഴം ഒറ്റയടിക്ക് കൊടുത്ത ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ എല്ലാ സമയത്തും ശമ്പള പരിഷ്കരണം ഈ പ്രതീക്ഷയോടുകൂടിയാണ് ശമ്പള പരിഷ്കരണം എല്ലായ്പ്പോഴും നടത്തുന്നത്. ആ പ്രതീക്ഷയൊക്കെ മാറ്റിവെച്ച് ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ചിന്തിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഒത്തുചേർന്ന് ഒരു തീരുമാനമെടുക്കുക. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിലും 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം മതി. അതുകൊണ്ട് ഒരു തരത്തിലും ജീവനക്കാരെയോ എയ്ഡഡ് സെക്ടർ ജീവനക്കാരെയോ ദ്രോഹിക്കുവാനല്ല, ഈ സംസ്ഥാനത്തിന്റെ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്. അപ്പോഴാണ് ഡെമോക്രസി ജനക്ഷേമത്തിലേക്ക് നയിക്കുന്ന ഒരു ഭരണ മാതൃകയായി തീരുക.